മൂന്നാറിന് സമീപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിൽ. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. പെരുമഴയിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. ഇന്നലെ വൈകിട്ട് 9 മണിയോടെ മൂന്നാർ ദേവികുളം റോഡിൽ പഴയ ഗവൺമെന്റ് കോളേജിന്റെ ഭാഗത്താണ് ആദ്യം മണ്ണിടിഞ്ഞത്. ഇതുവഴി എത്തിയ ലോറി മണ്ണിനടിയിൽപ്പെട്ട് ഡ്രൈവർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ മരിച്ചു. പുലർച്ചെയോടെയാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. ബോട്ടാണിക്കൽ ഗാർഡന്റെ ഒരു ഭാഗം നശിച്ചു. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കയുണ്ടെന്ന് നാട്ടുകാർ. മഴ തുടങ്ങുമ്പോൾ ഇതിലൂടെ ഒരു കൈയെടുപ്പും ഇല്ല. തീർച്ചയായിട്ടും അതായത് ഒരു കാര്യം കറക്റ്റ് കൈകാര്യം ചെയ്യണം. കളക്ടർ ഇത് മുന്നറിയിപ്പ് ഈ 3 ദിവസമായിട്ട് ശക്തമായിട്ട് മഴ. ഇന്നലെ വരെ സ്കൂൾ വച്ചിട്ടുണ്ട്, മനസ്സിലായോ? അതായത് സ്കൂളെല്ലാം ഒഴിവാക്കേണ്ടതായിരുന്നു. മിനിങ്ങാന്ന് മുതൽ ഒടുക്കത്തെ വഫേ പോയെന്ന് പറഞ്ഞ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. 5 ദിവസം ഇതിന് മുന്നറിയിപ്പ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. വാർത്തയിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉടുമ്പൻചോല പാറത്തോട്ടിൽ തോട്ടം തൊഴിലാളികളായ സൂര്യ വിമല ദമ്പതികളുടെ വീടും സെൽവം റാണി ദമ്പതികളുടെ വീടുമാണ് ശക്തമായ കാറ്റിൽ തകർന്നത്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ പലയിടങ്ങളിലും മണ്ണിടിയുകയാണ്. ശക്തമായ കാറ്റിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീഴുന്നു. മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് കൃത്യമായ ജാഗ്രത പുലർത്തണം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.